H1B വിസയിൽ അമേരിക്ക അയയുന്നു എന്നതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വന്നത്. അത് H1B വിസയുമായി ബന്ധപ്പെട്ടാണ്. H1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തിയത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ഏതാണ്ട് 70%-ലധികം ഈ H1B വിസ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ആ സാഹചര്യത്തിൽ വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും അമേരിക്കയുടെ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ H1B വിസ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത്, ആർക്കൊക്കെയാണ് ഇത് ഒഴിവാകുന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയായിരുന്നു ഇതുവരെ ഇല്ലാതിരുന്നത്. ആ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ USCIS ചെയ്തിരിക്കുന്നത്. ആർക്കൊക്കെ ഫീസ് ബാധകം എന്നത് നോക്കിയാൽ അത് പുതുതായി അമേരിക്കയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവരെയാണ്, പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവരെയാണ് ഇത് ബാധിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ആ വ്യക്തത വരുത്തുന്നു. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ഈ ഫീസ് ബാധകമാവുക. അതായത് 2025 സെപ്റ്റംബർ 21 ഈ ഉത്തരവ് വന്നതിന് ശേഷമുള്ള പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് H1B വിസയുടെ പുതിയ നിരക്കിലുള്ള ഫീസ് അടയ്ക്കേണ്ടി വരിക. $1 ലക്ഷം നൽകിയാൽ മാത്രമേ അവർക്ക് H1B വിസ ലഭിക്കുകയുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് ഇതിൽ ഇളവ് ലഭിക്കുക എന്ന് നോക്കിയാൽ US-നുള്ളിലെ മാറ്റങ്ങൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ഈ ഫീസ് നൽകേണ്ടി വരില്ല. അതായത് US-ൽ F1 വിസയുള്ള ആളുകൾ H1B വിസയിലേക്ക് മാറാനുള്ള ഒരു അപേക്ഷ നൽകുകയാണെങ്കിൽ അവർക്ക് ഈ ഫീസ് ബാധകമല്ല. മാത്രവുമല്ല, ഈ വിസ കാലാവധി നീട്ടുന്നതിനോ പുതുക്കുന്നതിനോ ഈ പണം അടയ്ക്കേണ്ടി വരില്ല. ഈ ഉയർന്ന ഫീസ് $1 ലക്ഷം എന്ന ഉയർന്ന ഫീസ് ഇത് പുതുക്കുന്നതിന് ആവശ്യമില്ല. ഒപ്പം തന്നെ കാലാവധി നീട്ടുന്നതിനും ആവശ്യമില്ല. നമുക്കറിയാം ഈ പ്രഖ്യാപനം വരുമ്പോൾ ആ സമയത്ത് അമേരിക്കയ്ക്ക് പുറത്തായിരുന്ന ഇതുപോലെയുള്ള H1B വിസ ഹോൾഡേഴ്സിനൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർ തിരിച്ചു ചെല്ലുമ്പോൾ ഈ ഫീസ് നൽകേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ പലരും യാത്ര റദ്ദാക്കുകയും വളരെ പെട്ടെന്ന് തിരിച്ചെത്താനൊക്കെയുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ വലിയ പരിഭ്രാന്തി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെയാണ് ഇപ്പോൾ ഒരു അവസാനം വരുന്നത്. അതിനൊക്കെ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. നിലവിലെ H1B വിസ ഉടമകൾ സാധുവായ H1B വിസ ഉള്ളവർക്ക് അവരുടെ അപേക്ഷാ ഫീസ് പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഫയൽ ചെയ്തതാണെങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യാനും തിരികെ പ്രവേശിക്കാനും ഒന്നും ഫീസ് ബാധകമാകില്ല എന്ന് വരുന്നു. അത് വലിയ ആശ്വാസകരമാണ്. ഈ H1B വിസ ഫീസ് ഉയർത്തിയ നടപടി പ്രഖ്യാപിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പുതിയ ജീവനക്കാരെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിനുള്ള ചെലവ് കുത്തനെ ഇത് ഉയർത്തും. അതിനാൽ അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയവർക്ക് രാജ്യത്ത് തുടരുന്നതിനും തൊഴിൽ നേടുന്നതിനും പുതിയ ഫീസ് ഈടാക്കുന്നതിലൂടെ കഴിയും എന്നതായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ ട്രംപിനെതിരെ തന്നെ വലിയ വ്യാപകമായ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നയം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ട്രംപ് ഓരോ തരത്തിലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് താരിഫിന്റെ കാര്യത്തിലായാലും H1B വിസയുടെ കാര്യത്തിലായാലും ഒക്കെ അത് തന്റെ നയങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപിന്റെ പല ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉത്തരവുകളും അമേരിക്കയിൽ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിനെതിരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ H1B വിസയുമായി ബന്ധപ്പെട്ട് അമേരിക്ക അയയുമ്പോഴും ഈ ഇളവുകൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുമ്പോഴും ട്രംപിനെ സംബന്ധിച്ച് നിയമ നടപടികൾ ഒഴിയുന്നില്ല. US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇതിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. H1B വിസ അപേക്ഷകളിൽ പുതിയ ഫീസ് ഏർപ്പെടുത്തിയത് നിയമവിരുദ്ധവും അമേരിക്കൻ കമ്പനികൾക്ക് ദോഷകരവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടാണ് ഈ നിയമ നടപടികളിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് നീങ്ങിയിട്ടുള്ളത്. ഫീസ് നിയമവിരുദ്ധമാണ്. ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ ഇത് തളർത്തും. അപ്പോൾ പ്രസിഡന്റിന്റെ നിയമപരമായ അധികാരത്തിന് മുകളിലുള്ള ഇടപെടലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ട്രംപ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കേസ് ചേംബർ ഓഫ് കൊമേഴ്സ് കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് രണ്ടാമത്തെ കേസാണ്. ഇതിനു മുൻപും കേസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കോടതികളിൽ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മതസംഘടനകൾ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഈ ഒക്ടോബർ 3 ഈ വിവാദ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ നിയമ നടപടിക്ക് ശ്രമം തുടങ്ങിയത്. അപ്പോൾ നേരത്തെ പല തീരുമാനങ്ങളും ട്രംപ് സ്വീകരിച്ചിട്ടുള്ള ഈ തീരുവ യുദ്ധത്തിൽ പോലും ട്രംപിനെതിരെ കോടതികളിൽ
കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ നടപടികളുണ്ട്. പല കോടതികളിലും തിരിച്ചടി ഏൽക്കുമ്പോഴാണ് ട്രംപ് ഭരണകൂടം അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചില അയവുകൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും H-1B വിസയിൽ ഇപ്പോൾ വ്യക്തത വരുമ്പോൾ അത് നിലവിൽ വിസകളുള്ളവരെ ബാധിക്കില്ല എന്ന് വരുന്നു. എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോടതിയിലാണ്. കോടതിയുടെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.